സ്പൈഡർ ചൂണ്ട ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഡബിൾ നൂലെടുത്ത് കയറ്റി വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ മടക്കി വെച്ചതിനകത്തൊക്കെ കയറ്റിയിട്ട് ഉണ്ടാവും. കെട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സ്പൈഡർ ചൂണ്ട കടയിൽ നിന്ന് മേടിക്കുന്നത് സിംഗിൾ ലൈൻ ഇട്ടുള്ളതല്ലേ. ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എൻ്റെ സ്പൈഡർ ചൂണ്ട കാണിക്കാനില്ല. ഇട്ട് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. നമുക്ക് ആ സ്പൈഡറിൻ്റെ സ്പ്രിങ്ങെ കയറ്റി ഇടാനും ഇങ്ങനെ മടക്കി എടുത്തിട്ട് ചൂണ്ടയ്ക്കകത്ത് കയറ്റിയിട്ടാൽ ഇത് നല്ല സ്ട്രോങ് ആയിരിക്കും. സ്പൈഡർ ചൂണ്ട ഇടുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മറ്റേ ചൂണ്ട എപ്പോഴും അഴിഞ്ഞു പോകും. സിംഗിൾ ലൈനുള്ളൂ. ഇതാകുമ്പോൾ അഴിഞ്ഞു പോകത്തില്ല. നല്ല സ്ട്രോങ്ങും ആയിരിക്കും, ബലവും കിട്ടും. ഇത് സിംഗിൾ ലൈനിട്ട് കിട്ടുന്നതും ഉണ്ട്. ഉണ്ടോ? ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു മാതിരി എടുത്തിട്ട് ഇങ്ങോട്ട് മടക്കി ഇതേ ഒരുപോലെ പിടിച്ചിട്ട് ഉണ്ടോ, ഇവിടെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ കറക്കി അത് ഈ എൻ്റെ അടുത്ത് ഇതിനകത്ത് കയറ്റിയിട്ട് ഇത് വലിക്കണം. ഇത് വലിച്ച് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ചൂണ്ട സെറ്റ് ഉണ്ടോ, ഇങ്ങനെ നടക്കും. ഇത് സിംഗിൾ ലൈനിട്ടുള്ളതും ഇത് ഡബിള് ലൈനിട്ടുള്ളതും. ഏതാ സെറ്റിന് നമുക്കറിയാമല്ലോ, ഡബിൾ ലൈൻ ഇട്ടതാണ്. ഇത് സാധാരണ കടയിൽ നിന്ന് നമുക്ക് സ്പൈഡർ ചൂണ്ട കിട്ടുമ്പോൾ നിങ്ങൾ സിംഗിൾ ലൈൻ ഇട്ടാണ് വരുന്നത്. എന്നാൽ കുറച്ച് നാൾ ഇരുന്ന് അഴിഞ്ഞു പോകും. നമ്മൾ വെള്ളത്തിലിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇതാകുമ്പോൾ ഒരിക്കലും പോകത്തില്ല. ചൂണ്ട ഒടിഞ്ഞു പോയാലും കെട്ടിങ്ങനെ തന്നെ.